നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് സർ. ശരത്തിന്റെ വീട്ടിലെ ഫംഗ്ഷനിൽ കയറി പറ്റിയാൽ മാത്രമേ സുന്ദരിയുടെ അവിടുത്തെ സന്തോഷത്തെ തകർത്ത് കളയാൻ പറ്റൂ. അതിനുള്ള ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ആ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആദ്യ. ഇവനിലൂടെ വേണം ഞാൻ എൻ്റെ അടുത്ത നീക്കം നടത്താൻ. മഴമോളെ, ആദ്യമോനെ, ഭക്ഷണം കഴിക്കാണോ രണ്ടാള്? മാസ്റ്റർ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഏയ്, നിങ്ങൾ കഴിക്ക. ഞാനിപ്പൊ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാ. വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം. അല്ല, ഇന്ന് രണ്ടാൾക്കും സ്പെഷ്യൽ എന്താ? ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാ. മഴ ഇറങ്ങിയത് ശരിയാ. സ്കൂളിൽ കൊണ്ടുവന്ന് കഴിക്കുന്ന ഫുഡിന് നല്ല രുചിയാ മാസ്റ്റർ. അല്ല, നിങ്ങൾ രണ്ടുപേരില് ആരുടെ ഫുഡിനാ കൂടുതൽ ടേസ്റ്റ്? അതിപ്പോ രണ്ടുപേരുടെ ഫുഡിന് നല്ല ടേസ്റ്റാ മാസ്റ്ററെ. സത്യം മാസ്റ്റർ, എന്റെ ഫുഡിനും മഴയുടെ ഫുഡിനും നല്ല ടേസ്റ്റാ. ഞാൻ മഴയുടെ വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അത് സൂപ്പറാ. എന്റെ വീട്ടിലെ ഫുഡും നല്ല ടേസ്റ്റാ മാസ്റ്ററെ. സൂപ്പറാ മാസ്റ്ററെ. അത് ആദ്യം പറയുന്നതല്ലേ, ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. മാസ്റ്റർ ആദിയുടെ വീട്ടിൽ പോയിട്ടില്ലേ? അതെങ്ങനെയാ പോകുന്നേ? ആരും വിളിക്കാതെ വെറുതെ ചെന്ന് വീട്ടിൽ കയറാൻ പറ്റൂ? ഞാൻ മഴയുടെ വീട്ടിലേക്ക് എന്തുകൊണ്ടാ വന്നേ? മഴ എന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തോണ്ടല്ലേ. അതുപോലെ ആദ്യം വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്താ ഞാൻ തീർച്ചയായിട്ടും പോകും, അല്ലാതെ പോവാൻ പാടില്ല. അത് ശരിയാ. ഇൻവൈറ്റ് ചെയ്യത്തടുത്ത് പോവരുതെന്ന് എന്റെ അമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതാണ്, അമ്മൂട്ടിക്ക് വിവരമുണ്ട്. ഇപ്പൊ ആദ്യം എന്നോട് പറയുക, മാസ്റ്ററെ ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, മാസ്റ്ററും കൂടി വരൂന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകും. അപ്പോ ഫംഗ്ഷൻ വിളിച്ചാ മാസ്റ്റർ വരുമോ? പിന്നെ വരാതെ? സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞാ വരാതിരിക്കാൻ പറ്റുമോ? ഇന്ന് എന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മാസ്റ്റർ വരുമോ? ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്നോ ഫംഗ്ഷനോ? എന്ത് ഫംഗ്ഷൻ? ഇന്ന് വൈകുന്നേരത്തെ ഫംഗ്ഷനാ, എന്റെ അമ്മയുടെ ബർത്ത്ഡേ. അയ്യോ, അത് ഇന്നാണോ ആ ഫംഗ്ഷൻ? അതിപ്പോ ഞാൻ എങ്ങനെ വരും? അതിനെന്താ കുഴപ്പം? ആദിയുടെ വീട്ടില് ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെങ്കിലേ ഞാനും അമ്മൂട്ടിയൊക്കെ പോവും. മാസ്റ്ററും വരണം. ആ, നോക്കട്ടെ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പറ്റുമെങ്കിൽ ഞാൻ വരാം. പറ്റുമെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റില്ല. മാസ്റ്റർ വരണം. ഞാൻ ഇൻവൈറ്റ് ചെയ്തല്ലേ. ആദ്യം ഇൻവൈറ്റ് ചെയ്തല്ലേ മാസ്റ്ററെ, പിന്നെന്താ കുഴപ്പം? മാസ്റ്റർ വന്നേ. ആ, നോക്കട്ടെ. മാക്സിമം വരാൻ നോക്കാൻ ഞാൻ. ആ, വേഗം ഭക്ഷണം കഴിച്ച് ക്ലാസ്സിൽ പോവാൻ നോക്ക്. ഞാൻ പ്രിൻസിപ്പളിനെ കണ്ട് ലീവിന്റെ കാര്യം ഒന്ന് പറയട്ടെ. മാമി, ഞാൻ പറഞ്ഞതല്ലേ ഒരു കുഴപ്പവും വരാതെ മുരുകമാമയെ ഞാൻ നോക്കിക്കൊള്ളാന്ന്. എന്നിട്ടും
എന്നിട്ടും എന്തിനാ മാമി ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? മാഡം പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സ് ഒക്കെ വേറെ വേറെ ഫയലിലാക്കിയിട്ടുണ്ട്. അത് സെപ്പറേറ്റ് വെച്ചിട്ടുമുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് മാഡം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പ്ലീസ് മാമി, എന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നും അല്ലല്ലോ ഇത്. മാഡം ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. യഥാർത്ഥ കൊലപാതകയെ എത്രയും വേഗം കണ്ടെത്തിയേ പറ്റൂ. എന്നാലേ മുരുകമാമ എനിക്ക് ജയിലിൽ നിന്ന് ഇറക്കാനാവും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ചാമുണ്ടേശ്വരി. ആന്റി, ഇന്ദു ആന്റി, ഞാൻ ഇറങ്ങുവാണേ. ആന്റി, ഞാൻ പറഞ്ഞു കേട്ടോ, പോയിട്ട് വരാവേ. നീ ഇതിന് നേരത്തെ എവിടെ പോവാ? അത് കൊള്ളാം, നല്ല ചോദ്യായിപ്പോയി. ആന്റി, ബർത്ത്ഡേക്കുള്ള കേക്ക് വാങ്ങണ്ടേ? ആദ്യം എന്നെ വിളിക്കണ്ടേ? അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? കേക്ക് വിളിച്ചു പറഞ്ഞാ കൊണ്ടുവരുമല്ലോ. ഏയ്, അത് ശരിയാവില്ല. കേക്കൊക്കെ ഞാൻ തന്നെ നോക്കി ഓർഡർ ചെയ്യണം. അത് വാങ്ങിക്കൊണ്ട് സ്കൂളിൽ എത്തുമ്പോഴേക്കും മോനെ വിളിക്കാൻ സമയമാകും. ഞാൻ പോയിട്ട് വരാം. എന്നാ പോയിട്ട് വാ. ഒരു ഓട്ടോ എടുത്ത് പോവാൻ. ശരി ആന്റി. ആ, ഇതാരാ? അച്ഛമ്മയോ? സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നൊന്ന് ചോദിച്ചാ വയസ്സായില്ലേ കൊച്ചെ? അതിന്റേതായ അസുഖങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഈ സമയത്ത് ഇതെന്ത് പറ്റി? വൈകുന്നേരമല്ലേ ഫംഗ്ഷൻ? അതോ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ ഇങ്ങ് പോന്നതാണോ? ഞാൻ ഫംഗ്ഷന് വന്നൊന്നുമല്ല, ഇവിടെ അടുത്തൊരിടം വരെ വന്നതാ. അപ്പൊ ഇന്ദുവിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഓ, അത് ശരി. ആന്റി അകത്തുണ്ട്. അച്ഛമ്മ കയറിച്ചല്ലേ, ഞാനിപ്പോ വരാവേ. അല്ല, മോളി വെയിലത്ത് എങ്ങോട്ട് പോവാ? അത് പിന്നെ വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടി കേക്ക് വാങ്ങണം. പിന്നെ ആദ്യം മോനെ കുറച്ചു നേരത്തെ വിളിച്ചോണ്ട് വരെയും വേണം. ഞാൻ പോയിട്ട് വരട്ടെ അച്ഛമ്മ. ശരി മോളെ. അച്ഛമ്മ, അതെ, വൈകുന്നേരത്തെ ഫംഗ്ഷന് അച്ഛമ്മയും കാണുമല്ലോ. അതോ ഇപ്പൊ തന്നെ പോകോ? ഞാനിപ്പൊ തന്നെ പോവും. എന്തായാലും സുന്ദരിയും മോളും വൈകുന്നേരത്തെ ഫംഗ്ഷൻ ഉണ്ടാവും. എന്നാ മോള് പോയിട്ട് വാ, ചെല്ലേ. നാശം പിടിക്കാനായിട്ട് ആ സുന്ദരി വരുമല്ലോ. നാശം. ഇന്ദു, ഇന്ദുമതി, ഇന്ദുവേ, ഇന്ദു. ആഹാ, അല്ല ഇതാര്? ചേച്ചി ഇത്ര നേരത്തെ ഇങ്ങ് പോന്നോ? ഇരിക്കേ. സുന്ദരി മോളും വൈകുന്നേരത്തെ വരത്തുള്ളായിരിക്കും അല്ലേ? സുന്ദരിക്ക് ഓഫീസിൽ പോകാനുള്ളല്ലേ? ചേച്ചിക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ചൂടുവെള്ളം എടുക്കണോ അതോ നാരങ്ങ മതിയോ? ഇപ്പൊ ഒരു വെള്ളവും വേണ്ട. നീ ഇങ്ങോട്ടിരിക്കെ, ഒരു കാര്യം പറയാനുണ്ട്. എന്ത് പറ്റി ചേച്ചി? എന്ത് പറ്റിയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നീ ഇങ്ങോട്ടിരിക്കെ. ഇന്ദു ഇതൊന്ന് എടുത്തു നോക്കി. ആ, ഇത് ശരത് സുന്ദരിക്ക് വാങ്ങിച്ചു കൊടുത്ത സാരിയല്ലേ? ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ? അതൊക്കെ ഞാൻ പറയാം. ആദ്യം ആ സാരി ഒന്ന് നിവർത്തി നോക്കിയേ. എന്തു പറ്റി? നിവർത്തി നോക്ക. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നോക്കങ്ങോട്ട്.